എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മഹേഷ് പൈ സ്വാഗതം ചെയ്യുന്നു പുതിയൊരു അധ്യായത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ മഹത്തരപരമായിട്ട് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് കഷായത്തിനും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു മരമായതും അതിൻ്റെ തൂണ് അവിടെ സ്ഥാപിക്കുകയും പിന്നെ അതിനോടനുബന്ധിച്ച് അവിടെ ഒരു കൂത്തമ്പലമുണ്ട്. ആ കൂത്തമ്പലത്തിൻ്റെയും വിശേഷം, ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആ കൂത്തമ്പലം എന്താണെന്നും കുറുന്തോട്ടി എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്കത് കണ്ടു നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ എന്ന പോലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ നിഷ്കർഷത വെച്ചു പുലർത്തുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ട്. കോട്ടയം ജില്ലയിൽ മീനച്ചി താലൂക്കിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം 13 നമ്പൂതിരി ഇല്ലങ്ങൾക്കാണ്. കിടങ്ങൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ഭഗവാനെ നേരിട്ട് ദർശനം നടത്താൻ പാടില്ല. അതിന് ആ ക്ഷേത്രത്തിലെ താന്ത്രിക വിധി അനുവദിക്കുന്നില്ല. കേട്ടപ്പോൾ കൗതുകം തോന്നിയോ? ബ്രഹ്മചാരി ഭാവത്തിലുള്ള ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശില്പഭംഗി കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും ഈ ക്ഷേത്രം വേറിട്ട് നിൽക്കുന്നു. ബ്രഹ്മചാരി ഭാവത്തിലുള്ള ബാലമുരുകന്റെ പ്രതിഷ്ഠയായതുകൊണ്ട് തന്നെ നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം സാധ്യമല്ല. ഒന്നാലോചിച്ചാൽ ശബരിമലയേക്കാൾ കടുത്ത നിഷ്ഠയാണിത്. ശബരിമലയിൽ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും 60 വയസ്സ് പിന്നിട്ടവർക്കും പ്രവേശിക്കാം. പക്ഷേ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 10 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഭക്തപ്രിയനാണ് ബാലമുരുകൻ. സ്ത്രീകളെ നേരിൽ കാണാൻ വിധിയില്ലെങ്കിലും അവരുടെ മനമറിയുന്നവനാണ് ശ്രീ ബാലമുരുകൻ. അമ്മയാവാനുള്ള സ്ത്രീയുടെ ആഗ്രഹം സഫലമാകാൻ തൃക്കിടങ്ങൂരപ്പനെ മുറുകെ പിടിച്ചാൽ മതിയത്രേ. ഇവിടുത്തെ വിശേഷാൽ വഴിപാടാണ് ബ്രഹ്മചാരിക്കൂത്ത്. ക്ഷേത്രപ്രതിഷ്ഠ ബ്രഹ്മചാരി ഭാവത്തിലുള്ളതിനാലാണ് ഈ വഴിപാടിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇഷ്ടസന്താനലബ്ധിക്കായാണ് ഈ വഴിപാട് കൂടുതലും നടത്തിപ്പോരുന്നത്. ആഗ്രഹം സഫലമായാലും ഈ സന്താനത്തെയും കൊണ്ട് സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. പകരം ബ്രഹ്മചാരിക്കൂത്തിന് ശേഷം കൂത്തു നടത്തുന്ന ചാക്യാര് കുഞ്ഞിനെയും കൊണ്ട് ദേവനെ ദർശിച്ച് അപ്പോൾ തന്നെ പുറത്തു കടക്കും. മൂവായിരത്തിലേറെ വർഷം പഴക്കം കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി സവിശേഷതകളാണുള്ളത്. സുബ്രഹ്മണ്യ സ്വാമിക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവിൻ്റേത്. വടക്കുംദേവരെന്നാണ് ഇവിടെ വിഷ്ണു അറിയപ്പെടുന്നത്. ആദ്യമുണ്ടായതും വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണെന്നാണ് വിശ്വാസം. ശക്തിസ്വരൂപിണിയായ ശ്രീ ഭുവനേശ്വരിയുടെ സാന്നിധ്യമുള്ള കൂത്തമ്പലമാണ് മറ്റൊരു പ്രത്യേകത. പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് വന്ന ഊരാഴ്മക്കാരാണ് ഇവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചത്. തെക്കോട്ടാണ് ദേവിയുടെ പ്രതിഷ്ഠ. പെരുന്തച്ചനാൽ നിർമ്മിതമാണ് ഭഗവതിയുടെ സ്ഥാനം. എടുത്തു പറയേണ്ട മറ്റൊന്ന് കൂത്തമ്പലത്തെക്കുറിച്ചാണ്. വാസ്തുവിദ്യ പ്രകാരം പകിടചാരി കണക്കനുസരിച്ചാണ് നിർമ്മാണം. രാഗമണ്ഡപത്തിൽ രാമായണ മഹാഭാരത കഥാഭാഗങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. മഴുവന്നൂർ കൊല്ലൻ ഉളി തൊടാതെ മഴുകൊണ്ട് മാത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന കുറുന്തോട്ടിത്തൂൺ ഇവിടുത്തെ പ്രത്യേകതയാണ്. മറ്റു തൂണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തൂണിൽ കൊത്തുപണികളൊന്നുമില്ല. പുരാതന വാസ്തുശില്പ രീതിയിലുള്ള തകിടതിരിയിൽ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക കൂത്തമ്പലവുമാണിത്.
രംഗമണ്ഡപത്തിൽ രാമായണം ചിത്രീകരിച്ചിട്ടുണ്ട്. 10 ഉത്സവ ദിനങ്ങളിലും ഇവിടെ ചാക്യാർ കൂത്ത് നടത്തിയിരിക്കണമെന്നുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കൂടിയാട്ടം ചിത്രീകരിച്ചിരിക്കുന്നതും ഈ കൂത്തമ്പലത്തിലാണ്. ലോകത്ത് ഒരുപക്ഷെ മറ്റൊരിടത്തും കുറുന്തോട്ടിത്തൂണ് എന്നൊന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പലരും വിശ്വസിച്ചെന്നും വരില്ല. ഒരു കുറുന്തോട്ടിത്തൂണ് വളർന്ന് വലിപ്പം വയ്ക്കണമെങ്കിൽ ഏതാണ്ട് 4200 വർഷം വേണ്ടിവരും. ഉളി തൊടാതെ മഴുകൊണ്ട് ചെത്തിയെടുത്ത ഈ തൂൺ മഴുവന്നൂർ കുടുംബക്കാരാണ് നിർമ്മിച്ചതത്രേ. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, കൃഷ്ണൻ തുടങ്ങിയ ദേവന്മാരും ഈ ക്ഷേത്രത്തിലുണ്ട്.
ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. ഇരിങ്ങാലക്കുട കിടങ്ങശ്ശേരി തരണനെല്ലൂർ ഇല്ലത്തിനാണ് താന്ത്രിക അധികാരം. ഇവിടുത്തെ രാമൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം കിടങ്ങൂർ ഗ്രാമത്തിലുള്ള 13 നമ്പൂതിരി ഇല്ലങ്ങൾക്കാണ്. കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പശ്ചാത്തലം ഏകദേശം ഇപ്രകാരമാണ്. ഓം മുരുക ഹരോ ഹര ഹരോ ഹര. അപ്പോൾ എല്ലാവരും തന്നെ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആ അത്യത്ഭുതകരമായിട്ടുള്ള ആ കുറുന്തോട്ടിയുടെ തൂണും എൻ്റെ കൂത്തമ്പലവും ഒക്കെ ദർശിച്ചു. എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതോടുകൂടി നിങ്ങൾക്ക് സന്തോഷം കൂടെ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ പരമാവധി നോക്കുന്നുണ്ട്. കുറേ സാംസ്കാരികവും മൂല്യമുള്ളതും നമ്മുടെ പൈതൃകത്തിന് അനുകൂല്യമായിട്ടുള്ളതും നമ്മൾ കുറേ വീഡിയോകളൊക്കെയാണ് പരമാവധി ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ആർട്ട് ഓഫ് ഗോഡാണ്. ദൈവികതയും കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ പരമാവധി ഉള്ളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ കൈകളിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ടാൽ എൻ്റെ ചാനലിലെല്ലാം എപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടുന്നോ ആ സമയങ്ങളിലെല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ചാനലിനെ കുറിച്ചിട്ട് ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് താഴെ ഒന്ന് സൂചിപ്പിക്കണം. നല്ലതും ആയിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഇത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന നല്ല വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നി നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ മഹേഷ് പയ്യും എൻ്റെ ചാനൽ ആർട്ട് ഓഫ് ഗോഡും താൽക്കാലികമായിട്ട് ഇവിടെ പറയുന്നു.